മാധു, മാറ്റത്തിന് മനസ്സുണ്ടോ CPM-ന്? CPM-ന് മാറ്റത്തിന് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മീറ്റ് ചെയ്തതിന് മുൻപ് തിരുത്തുന്നത് ശരിയായ ദിശയിലോ എന്ന തലക്കെട്ടിൽ ഒരു തവണ ചർച്ച ചെയ്തിരുന്നു. ശരിയായ ദിശയിലാണ് എന്നാണ് ഞാൻ അന്ന് ആ ചർച്ചയിൽ നിലപാടെടുത്തത്. കാരണം തിരുത്ത് എന്നൊരു ചുവടുവെപ്പ് വെക്കുന്നുണ്ട്, നമ്മൾ അബ്ജ് ചെയ്യുകയല്ല. ഇത് നിങ്ങൾ ഒരു കാലത്തും നന്നാവില്ല എന്ന് വിചാരിച്ച് തള്ളിപ്പറയുകയുമല്ല വേണ്ടത്. തിരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ പ്രതീക്ഷയോടെ നോക്കിക്കാണേണ്ടതാണ് എന്നായിരുന്നു അന്ന് എൻ്റേതായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞത്. അത് CPM-ന്റെ ഘടകങ്ങളിൽ കൃത്യമായ ചർച്ചകൾ ഉണ്ടാവുകയും നേതൃത്വത്തെയും പാർട്ടി സ്വീകരിച്ച നിലപാടുകളെയും വെള്ളാപ്പള്ളി വിഷയമടക്കം ശബരിമല കൊള്ളയടക്കമുള്ള കാര്യങ്ങളിലൊക്കെ സ്വീകരിച്ച നിലപാടുകൾ എങ്ങനെയാണ്, ന്യൂനപക്ഷത്തിനെതിരായ പരാമർശങ്ങൾ, ഇതിലൊക്കെ എങ്ങനെയാണ് പാർട്ടിക്ക് തിരിച്ചടിച്ചത് എന്നത് കൃത്യമായി ചർച്ച ചെയ്യുകയും നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്ത ഒരു തിരുത്തൽ പ്രക്രിയ പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ED പരിശോധനയോടുകൂടി അതിന് അന്ത്യം കുറിക്കപ്പെട്ടു. മാത്രമല്ല പ്രതിരോധത്തിലേക്ക് പാർട്ടി പോവുകയും ചെയ്തു. അവിടെ ആ ശുദ്ധീകരണ പ്രക്രിയ അല്ലെങ്കിൽ തിരുത്തൽ പ്രക്രിയ അല്ലെങ്കിൽ മാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളി അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് നേതാക്കൾക്ക് ഘടകങ്ങളിൽ എവിടെയാണോ പറയേണ്ടത് അവിടെ ഉയർന്നു വന്ന വിമർശനമാണ്. ഇപ്പോഴുണ്ടാകുന്ന വിമർശനങ്ങൾ അത് തിരുത്തലിന് വേണ്ടിയാണോ അതോ കുറച്ച് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ അതിനെ രണ്ടു തലത്തിലുമാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. നോക്കൂ, പാർട്ടി തോറ്റു, നല്ലതുപോലെ തോറ്റു, ഗോവിന്ദമാഷ ഭാഷയിലാണെങ്കിൽ. അങ്ങനെ തോൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പറയുന്ന നേതാക്കൾക്കെല്ലാം ഈ കാര്യങ്ങൾ അവനവന്റെ ഘടകത്തിൽ കൃത്യമായി ഉന്നയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നതുണ്ടായില്ല. പിന്നീട് ഇപ്പോഴാണ് ഇത് ഉന്നയിക്കപ്പെടുന്നത്. ഇനി തോറ്റ സമയത്ത് പോലും വിളിച്ചു പറയാത്ത കാര്യങ്ങൾ ഇപ്പോഴാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന ഘട്ടത്തിലാണ് എങ്കിൽ പോലും ഇപ്പോൾ അത് വ്യക്തമായി പറയുന്നുണ്ടോ? പകരം എന്താണ് ചെയ്യുന്നത്? അത് വാർത്തയാകണമെന്ന ലക്ഷ്യത്തോടു കൂടി പറയുന്നു. അത് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലുള്ള ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളും മുഴുവൻ ചർച്ച ചെയ്തതിനു ശേഷം എങ്ങനെ എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് എന്ന് പറയാൻ പറ്റുന്ന പരുവത്തിലാണ് ഈ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നല്ല പിള്ളയായി തുടരണം, പക്ഷെ അതേ സമയത്ത് തന്നെ പറയാനുള്ളത് പറയുകയും ചെയ്യണം എന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നുണ്ട്. പല പരാമർശങ്ങളും ആ നിലയ്ക്ക് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം പ്രശ്നവുമായി ബന്ധപ്പെട്ട് KK രാഗേഷ് ചില പരാമർശങ്ങൾ നടത്തി. KK രാഗേഷ് അത് ഒരു പരിധിവരെ വേണമെങ്കിൽ രാഷ്ട്രീയമായി UDF-നെ എതിർക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ്. മുഖ്യമന്ത്രി തന്നെ അതിൽ മറുപടി ചോദിക്കുന്നു. KK രാഗേഷ് അതിന് മറുപടി പറയുന്നു. നമ്മൾ വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട് അത് ചർച്ച ചെയ്യുകയും ചെയ്തു. KK രാഗേഷിനെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തള്ളി പറയുകയാണ്. തള്ളി പറയുമ്പോൾ ഈ കീഴ്വഴക്കം അതുതന്നെയാണ്, അല്ലാതെ ദുനിയാവിലും ആയത്തിലും ഇല്ലാത്തതുപോലെയുള്ള വർത്തമാനം പറയരുത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. KK രാഗേഷിനെ പാർട്ടിക്ക് തിരുത്തണമെങ്കിൽ പാർട്ടിയുടേതായിട്ടുള്ള വേദികളില്ലേ? ഇവർക്കെല്ലാവർക്കും ആ നിലപാട് പറയാൻ കഴിയുന്നല്ലേ? അങ്ങനെയല്ല ഉണ്ടാകുന്നത്. KK രാഗേഷ് അല്ല ലക്ഷ്യം എന്നുള്ളത് കൊണ്ടാണ്. അത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതിനോടൊപ്പം ഗോവിന്ദൻ മാഷയ്ക്കെതിരെയുമാണ്. ഇതൊക്കെ ഇവർക്ക് പറയാൻ നേരത്തെ വേദികൾ ഉണ്ടായിരുന്നതേ. ഇപ്പോഴത്തെ വേദിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇതൊക്കെ പറയപ്പെടുന്നുമുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ അതിനപ്പുറത്ത് മാധ്യമങ്ങളിലേക്കും അത് പറയേണ്ടതുണ്ട്. പാർട്ടി രണ്ടു വഴിക്കാണ്, പ്രത്യേകിച്ചും കണ്ണൂർ ഘടകം രണ്ടു വഴിക്കാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാലം പറയാൻ പാടില്ലാത്ത എന്ന് കരുതിയ, പറയാൻ ഇത്രയും കാലം മുന്നോട്ട് വരാത്ത പല കാര്യങ്ങളും വിളിച്ചു പറയുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. എവിടെയായിരുന്നു? കേന്ദ്ര കമ്മിറ്റി ഒരു വലിയ ഫോറമല്ലേ, അധികാരമുള്ള ഫോറമല്ലേ? ഇത്രയും കാലം പാർട്ടിക്ക് അവരുടെ നയവ്യതിയാനം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ എവിടെയായിരുന്നു? ഈ പാർട്ടി ജനറൽ സെക്രട്ടറി എവിടെയായിരുന്നു? മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, ഈ കാരണഭൂതൻ പാട്ട് പാടുന്ന സമയത്ത് ആ പാട്ടും നൃത്തവും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന മഹനീയ നേതാക്കളാണല്ലോ. അന്ന് തിരുത്താത്തത് എന്താണ്? അന്നും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ആയിരുന്നില്ലേ? അപ്പോൾ ഇന്ന് അദ്ദേഹം പറയുകയാണ് പാർട്ടിക്ക് പോറലേൽക്കാത്തതുപോലെയുള്ള തിരുത്തലുകളാണ് വേണ്ടത് എന്ന്. പാർട്ടിക്ക് പോറലേൽക്കുന്നു എന്ന് കണ്ട സാഹചര്യത്തിൽ പോലും ഇവരൊക്കെ വലിയ പാർട്ടി ക്ലാസുകൾ എടുക്കുന്നവരും പാർട്ടിയുടെ ആചാര്യന്മാരും ഒക്കെയാണ്. പാർട്ടിക്ക് പോറലേൽക്കുന്നു എന്നും പാർട്ടി ഇവരൊക്കെ ഇപ്പോൾ ആരോപിക്കുന്നത് പോലെ വ്യക്തിയധിഷ്ഠിതമായ നിലപാടുകളിലേക്ക് മാറുന്നു എന്നും കൃത്യമായി മനസ്സിലാക്കുമ്പോഴും മിണ്ടാതിരുന്നത് ഭയന്നിട്ടാണോ? ഇപ്പോൾ ഗോവിന്ദമാഷ് മുമ്പ് പറഞ്ഞല്ലോ ഭയപ്പാടില്ലാതെ അഭിപ്രായങ്ങൾ പറയാമെന്ന്. അങ്ങനെ അഭിപ്രായം പോയിട്ട് പുത്തലത്ത് ദിനേശന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നൊരു കമന്റ് ഇട്ട ആളെ LC സെക്രട്ടറിയെ പറഞ്ഞു വിടുന്ന പാർട്ടിയാണ്. തിരുത്താൻ പോകുന്നു അത്രേ. അപ്പോൾ ആ നിലയ്ക്കാണ് ഇവർ ഈ തിരുത്തുമായി മുന്നോട്ട് പോകുന്നതെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നു. ഒരു മാസം മുമ്പ് ഞാൻ അങ്ങനെയല്ല, അതിനെ വളരെ പോസിറ്റീവായി കണ്ട ഒരാളാണ്. ഇനി വേറെയുമുണ്ട്. ആശമാരുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട് ശ്രീമതി ടീച്ചർ പറഞ്ഞൊരു കാര്യം, സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. എവിടെയായിരുന്നു? തിരുവനന്തപുരത്ത് ആശമാർ പട്ടിണി സമരം ചെയ്ത സമയത്ത് എവിടെയായിരുന്നു?
ഈ പറയുന്ന വനിതാ നേതാക്കളൊക്കെ എവിടെയായിരുന്നു? പാർട്ടി ആ നിലപാടല്ല സ്വീകരിക്കേണ്ടതെന്നും ഈർക്കിൽ സംഘടനകളാണ് എന്ന് അധിക്ഷേപിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് തിരിച്ചു പറയാത്തത്? സ്ത്രീകളാണ്, അവർ തലമുട്ടയടിച്ച് പ്രതികരിക്കുന്ന സമയത്ത് അവരുടെ അഭിമാനത്തിന് നേരെയുള്ള കാര്യമാണ്. 10 രൂപ കൂട്ടിക്കൊടുക്കില്ല എന്ന നിലപാട് ഒരു തൊഴിലാളി പാർട്ടിക്ക് ചേർന്നല്ല എന്ന് പറഞ്ഞു തിരുത്താത്ത എന്താ? എന്നിട്ട് കോൺഗ്രസ്സുകാരും ഒന്ന് കൂട്ടിക്കൊടുത്തപ്പോൾ അതിനെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്നു. അങ്ങനെയല്ല ആ നിലപാട് പറയേണ്ടത്. പറയേണ്ട സമയത്ത് പറയണമായിരുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന് ഒരു സ്വരം ഉണ്ടാകണ്ടേ? ഒരു സ്വരം. അത് മുൻ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്ന നിലപാട് എന്തായിരുന്നു? അവിടെ ഒരു മൊണോപോളി ഉണ്ടാക്കപ്പെടും, അവിടെ ഒരു കുത്തകവൽക്കരണം ഉണ്ടാക്കപ്പെടും. 25% മുകളിലാണെങ്കിൽ അത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആണ്. അതുകൊണ്ട് ആ ട്രാൻസ്ഫറോ ഈ പറയുന്ന ട്രീറ്റിയോ പാടില്ല എന്നായിരുന്നു ആ അഭിപ്രായം. ഇപ്പോഴത്തെ CPM-ൽ എത്ര നേതാക്കൾക്കുണ്ട്? അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നതിനപ്പുറത്ത് പാർട്ടിക്കൊരു നിലപാടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഇതാണ് പാർട്ടിയുടെ നിലപാടെന്ന് ആരാണ് പറയുക? പാർട്ടി സെക്രട്ടറിയോ? പാർട്ടി സെക്രട്ടറിക്ക് പിണറായി വിജയൻ പറഞ്ഞ നിലപാട് തന്നെയാണുള്ളത്. അപ്പോൾ പാർട്ടിയുടെ നിലപാട് എന്താ വിഴിഞ്ഞത്തിൽ? ഇനി LDF-നൊരു നിലപാടുണ്ടാകണ്ടേ? LDF-നൊരു നിലപാടുണ്ടാകണമെങ്കിൽ LDF യോഗം ചേരണ്ടേ? ആ യോഗം ചേരാത്തതിന്റെ കാരണം എന്താണ്? ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഉപനേതൃ പദവി ഉന്നയിക്കാൻ CPIക്ക് ഒരു വേദി ഉണ്ടാകരുത്. ആ വേദി ഉണ്ടാകാത്തതിന്റെ പേരിലാണ് നേരത്തെ PM ശ്രീക്ക് സമാനമായ സമ്മർദ്ദവുമായി CPI മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അന്ന് കൃത്യമായി ഈ ചർച്ചകളുടെ വേദികൾക്കപ്പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ബിനോയ് വിശ്വമടക്കം ദീർഘമായ വാർത്താ സമ്മേളനം നടത്തി ഞങ്ങളുടെ നിലപാട് ഇതാണ്, സർക്കാർ ഇതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന് പറഞ്ഞു. അതായത് പിന്നീട് സമവായ CPI ഈ പറയുന്ന ധാർമ്മികത കൂടുതലുള്ള പാർട്ടി എന്നുള്ളതാണല്ലോ അവർ തന്നെ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് അവർ പറഞ്ഞതിന് ശേഷം പിന്നാക്കം പോയാൽ ഞങ്ങൾ വശപ്പെട്ടു, ഞങ്ങൾ വഴങ്ങി എന്ന ഒരു ചീത്തപ്പേരുണ്ടാകും. അതിന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ശക്തമായ ഒരു PM ശ്രീ വിഷയം മുന്നോട്ട് വെച്ചു. അതിനുശേഷം ഈ പറയുന്ന തീരുമാനത്തിലേക്ക് വന്നപ്പോൾ അവർ LDF-ന്റെ സ്വരത്തിലേക്ക് മാറുകയും ചെയ്തു. ഇത് ഇപ്പോഴും ഈ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ടും സമാനമായ തന്ത്രമാണ് CPI ഇപ്പോൾ പയറ്റുന്നത്. കൃത്യമായി അടുത്ത ചൊവ്വാഴ്ചയാണ് ചർച്ച. അതിനു മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞങ്ങൾക്ക് ഇത് കിട്ടിയേ തീരൂ എന്നത് വ്യക്തമാക്കുകയും ചെയ്തു. അവിടെ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് തന്ത്രപരമായൊരു പിഴവുണ്ടായി. അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് ആ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയുടെ അഭിമാനത്തിന് നേരെ ചൂണ്ടിയ വിരലാണ്. സ്വാഭാവികമായും അന്ന് VP സുനിലടക്കം K രാജനടക്കമുള്ളവരൊക്കെ വലിയ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഇനി അവർക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നോട്ട് പോയാൽ അവരുടെ അസ്തിത്വത്തെയും അഭിമാനത്തെയുമാണ് അത് ബാധിക്കുക എന്നൊരു പ്രശ്നമുണ്ട്. CPM-ന് 26-ഉം CPIക്ക് 8-ഉമാണ് നിലവിലുള്ള അംഗത്വം എന്ന് പറയുന്നത്. ഉപനേതൃ പദവി വേണം. കീഴ്വഴക്കമാണ് CPM-ന്റെ പ്രതിരോധം. കീഴ്വഴക്കത്തിൽ അങ്ങനെയില്ല. KN ബാലഗോപാലിന് കൊടുക്കാൻ വെച്ച പദവിയാണ് എന്നാണ് പറയുന്നത്. ഒരുമിച്ച് പോകണമെങ്കിൽ അധികാര സ്ഥാനങ്ങൾ പങ്കിട്ടെടുക്കണം എന്ന് ഇന്ന് ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിലടക്കം പറയുകയും ചെയ്യുന്നു. വിഴിഞ്ഞം സംഭവവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം സംഭവം എന്നത് പോകട്ടെ, ഒരൊറ്റ രാഷ്ട്രീയ കാര്യത്തിൽ അത് VD സതീശനെതിരായ ആരോപണങ്ങളാകട്ടെ, അത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകട്ടെ, ഇതൊന്നും LDF-ൽ ചർച്ച ചെയ്യുന്നില്ല. LDF-ൽ ചർച്ച ചെയ്യുകയോ കൂട്ടായ സമരത്തിന് ഒരുമ്പെടുകയോ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും കൂട്ടായ സമരങ്ങൾ ഉണ്ടാകുന്നില്ല. ഇത് ചർച്ച ചെയ്യണമെങ്കിൽ വേദി വേണം. വേദിയുമായി പോയിട്ടുണ്ടെങ്കിൽ അത് ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകും. ഇങ്ങനെ ഒരു കൂട്ടായ സമരത്തിനോ കൂട്ടായ രാഷ്ട്രീയ തീരുമാനത്തിനോ വേദിയില്ലാത്ത ഒന്നായി LDF മാറിയിരിക്കുന്നു. LDF ഇല്ല നിലവിൽ. CPM-ഉം CPI-യും എന്ന നിലയ്ക്ക് അഭിപ്രായത്തിൽ അനൈക്യമുണ്ടായിരിക്കുന്നു എന്നതാണ്. ഇനി നിയമസഭയിൽ പ്രതിരോധിക്കുന്നുണ്ടോ മര്യാദയ്ക്ക്? നിയമസഭയിൽ പ്രതിരോധിക്കണമെങ്കിലും LDF-ന്റെ MLA-മാർക്കിടയിൽ ഒരു ഐക്യം വേണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. ഇനി ഈ പറയുന്ന CPM-ന്റെ സൈബർ അണികൾ മാസ് BGM ഒക്കെ ഇട്ട് പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൊണ്ട് ഞങ്ങൾ നിയമസഭയിൽ മാസാണ് എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. കഴിഞ്ഞ 10 വർഷക്കാലവും നിങ്ങൾ പറഞ്ഞതും ചെയ്തതും ഒക്കെ മാസാണെന്ന് പറഞ്ഞ ജനവികാരം എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയ അതേ കൂട്ടങ്ങളാണ് ആ കാര്യവും ഇപ്പോൾ ചെയ്യുന്നത്. നിയമസഭയിലെ 1-2 പ്രതികരണങ്ങൾ എടുത്ത് നിങ്ങൾ വളരെ മാസാണ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഭരണപക്ഷത്തിന്റെ ഈ പറയുന്ന 102 അംഗങ്ങളുടെയും അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെയും ചെറുക്കുന്നതിൽ CPM-ന്റെ തന്ത്രപരമായ പിഴവ് നിയമസഭയിലും സംഭവിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുക പ്രധാനമാണ്. പ്രതിപക്ഷമാണ്, നിങ്ങളാണ് ശബ്ദമുയർത്തേണ്ടത്. നിങ്ങൾക്ക് നേരെയാണ് നിലവിൽ ചോദ്യമുണ്ടാകുന്നത്. നോക്കൂ, വിഴിഞ്ഞം വിഷയത്തിൽ എന്തായിരുന്നു? നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് അത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞതിന് ശേഷം നിലവിൽ CPM-ന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? P രാജീവ് അടക്കമുള്ളവർ പറയുന്നത് എന്താണ്? ഇപ്പൊ MSc വന്ന കുഴപ്പമില്ല ആർക്കും. ഇപ്പൊ മൊണോപോളിയും ആർക്കും കുഴപ്പമില്ല. അവിടെ കരാറുമായി ബന്ധപ്പെട്ട് പ്രശ്നമില്ല. സർക്കാർ അറിഞ്ഞില്ല എന്നൊരൊറ്റ കാര്യം, അവിടെ ഒരു ഹേസ്റ്റ് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ മാത്രമാണത്രേ പ്രശ്നം. എപ്പോഴാണ്, ഏത് യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് സഖ്യകക്ഷികളുമായുള്ള ചർച്ചയിലുമാണ് MSc വന്നതിൽ കുഴപ്പമില്ല എന്ന തീരുമാനത്തിലേക്ക് CPM എത്തിയത്? എവിടെയെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വിഴിഞ്ഞത്തിൽ MSc വരുന്നതിൽ CPM-നോ LDF-നോ പ്രശ്നമുണ്ടോ? കരാറിനെതിരാണെന്ന് CPI പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ നിലപാട് നേരത്തെ അതായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നിലപാട് എന്താ? ഈ കാര്യത്തിലൊന്നും ഐക്യമില്ല എന്നുള്ളതാണ്. ഹിന്ദു ഐക്യവേദിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസും P രാജീവും അടക്കമുള്ളവരെല്ലാവരും അഭിപ്രായമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് BJP ഭരിക്കുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. ഇനി
ഹിന്ദു ഐക്യവേദി നേതാക്കൾ അവരുടെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനങ്ങൾ നിവേദനങ്ങളായി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രിയോട് ഔദ്യോഗികമായി പെർമിഷൻ ചോദിക്കുന്നു. മുഖ്യമന്ത്രി കൊടുക്കേണ്ട എന്നാണ് CPM പറയുന്നത്. ഔദ്യോഗികമായ സന്ദർശനത്തിന് G. സുകുമാരൻ നായർ അടക്കം ആവശ്യം തേടിയപ്പോൾ അത് നിരാകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പറയും. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി ഒരു വിവേചനാധികാരം ഉപയോഗിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കാം. ഹിന്ദു ഐക്യവേദിക്ക് പെർമിഷൻ കൊടുക്കുന്നു. ഹിന്ദു ഐക്യവേദിക്ക് പെർമിഷൻ കൊടുക്കുമ്പോൾ CPM ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് BJP-യുമായുള്ള ബന്ധം, CPM-ഉമായുള്ള ബന്ധം എന്നൊക്കെയാണല്ലോ. ഇതേ സന്ദർശനത്തിന് ശേഷം RV ബാബു പിന്നീട് എഴുതിയിട്ടൊരു പോസ്റ്റുണ്ട്. അതെന്താണെന്നറിയാമോ? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഞാൻ നിയമസഭയിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടത് CPM മറ്റു സംഘങ്ങൾ വലിയ വിവാദമായി മാറ്റിയിരിക്കുകയാണ്. ഞാൻ ആ വാക്കുപയോഗിക്കുന്നില്ല. VD സതീശനെ സന്ദർശിക്കുന്നതിന് 10 വർഷം മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ 2 തവണ സന്ദർശിച്ച ഹിന്ദു ഐക്യവേദി നേതാക്കൾ നിവേദനം നൽകിയ സംഭവം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ സന്ദർശനത്തെ ഇക്കൂട്ടർ വിമർശിക്കുന്നത്. ഇന്ന് വന്ന പ്രതികരണമല്ല. ഇന്ന് ഈ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നതിന് മുമ്പ് ഇന്നലെ ഇതേ RV ബാബു VD സതീശന്റെ കാര്യത്തിൽ കള്ളം പറയില്ല എന്നാണല്ലോ ഇപ്പൊ ജോൺ ബിട്ടാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കള്ളം പറയാത്ത VD സതീശന്റെ കാര്യത്തിൽ കള്ളം പറയാത്ത RV ബാബുവാണ് അതേ ഫേസ്ബുക്കിലിടുന്നത്. RV ബാബുവിന് വിശ്വാസമാണല്ലോ. RV ബാബു ഫേസ്ബുക്കിലിടുന്നത് 10 വർഷം മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ 2 തവണ സന്ദർശിച്ചു. 2016 അധികാരമേറ്റ 6 മാസത്തിനുള്ളിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകിയ ഹിന്ദു അവകാശ പത്രികയുടെ തുടർ നടപടികൾ ആവശ്യപ്പെട്ട് പിണറായി വിജയനെ ഹിന്ദു ഐക്യവേദി നേതാക്കൾ കണ്ടത്. ഒഫീഷ്യലാ. അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയും താല്പര്യവും സമയവും ഉണ്ടെങ്കിൽ കാണണമെന്നത് തന്നെയാണ് അഭിപ്രായം. അപ്പോൾ ഇതിനെന്ത് മറുപടി പറയും? അങ്ങനെ മുന്നോട്ട് വെക്കുന്ന വിവാദങ്ങൾ മുഴുവനും ഈ പറയുന്ന തൊടുക്കുമ്പോൾ ഒന്ന് കൊടുക്കുമ്പോൾ 1000 പിന്നെ കൊള്ളുമ്പോൾ 10,000 എന്നൊക്കെ പറയുമല്ലോ, ആ രീതിക്ക് തിരിച്ചു വാങ്ങുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തിവെച്ചാൽ നന്നായിരിക്കും. Meet the editors.